2026 ആദ്യത്തെ വീഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ സ്കീ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റുള്ളവർ സ്കീ ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ സ്കീ ചെയ്യുന്ന വീഡിയോ കണ്ടു, സ്കീക്ക് റെഡിയാക്കുന്നുണ്ടു. ഇന്ന് ഞാൻ തന്നെ സ്കീ ചെയ്യാനുള്ള എനിക്കൊരു ഇവർ തന്നിട്ട് അവരെന്നെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് സ്കീ ചെയ്യേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട ന്യൂ ഇയർ നൈറ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ സ്കീ ചെയ്യാൻ വേണ്ടിയിട്ട് അവരങ്ങനെ വിളിച്ചിട്ടുണ്ട് ഇന്ന്. സോ ഇന്ന് നമുക്ക് സ്കീ ചെയ്യുന്ന കുറച്ച് വീഡിയോ നോക്കാം. എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്ന് സ്കീ ചെയ്യുന്ന കുറച്ച് വീഡിയോയിലും അതിൻ്റെ പ്രിപ്പറേഷൻസ്, അതിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ഇന്ന് സ്കീ ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ സ്കീയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ തന്നെ, എപ്പോഴും ഉള്ള പോലെ തന്നെ. ഫ്രണ്ട് ഉണ്ട് ഇവിടെ തന്നെ. അപ്പോൾ ഇതാണ് സ്കീയുടെ ഡ്രസ്സ്. ഇതൊരു 5 കിലോയിലും ഉണ്ടാവും ഇത്. അപ്പോൾ സ്കീയുടെ ഷൂ ആണ്. അപ്പോൾ ഈ ഷൂ ഇപ്പോൾ എടുത്ത് ചെയ്യാൻ പോവാണ്. എനിക്കറിയില്ല ഇത്, അവർ ചെയ്ത് നോക്കിയിട്ട് ചെയ്തതാണ്. ഓക്കെ, സൈസൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇതെങ്ങനെയാണിത് കെട്ടുന്നത് എങ്ങനെ ഒന്നും അറിയില്ല. ഞാൻ കുറേ നേരം ശ്രമിച്ചിട്ടും എനിക്ക് ഇതിൻ്റെ പദ്ധതികളൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എങ്ങനെയാണ് ഇത് ലോക്ക് ഇടുക. അതുകൊണ്ട് അദ്ദേഹം എന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെ ഇടുന്നു നോക്കാൻ വേണ്ടിയിട്ട്. അത് കറക്റ്റായിട്ട് പുള്ളി ചെയ്തു തരുന്നുണ്ട്. നമ്മൾ തെറ്റ് ചെയ്യുന്നതിനേക്കാളും ആദ്യം നോക്കി പഠിക്കാമല്ലോ. ഓക്കെ, സത്യമായിട്ടും പറയുന്നതാണ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ പോയിട്ടുണ്ട്, സംസ്ഥാനങ്ങൾ, ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതൊരു സ്നേഹവും കെയറിങ്ങും ഉള്ള മനുഷ്യരാണ്. ഇത് ആക്ച്വലി എൻ്റെ ഷൂ അല്ല ഇത്. എൻ്റെ ഷൂ, എൻ്റെ ജാക്കറ്റും അല്ല ഇത്. ഇദ്ദേഹത്തിൻ്റെ ജാക്കറ്റാണ്. അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നതാണ്. എനിക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി ഇപ്പോൾ തന്നിട്ട് എനിക്ക് എൻ്റെ ഷൂവിൻ്റെ ലേസ് ആയിട്ട് തരുന്നു, അത് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നു. എല്ലാം അത്രയും സ്നേഹത്തോടെയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടത് പോലുമല്ല. എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ന്യൂ ഇയർ അല്ലേ നമുക്ക് സ്കീ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഫ്രണ്ടായ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇതെല്ലാം ചെയ്തു തരുന്നത്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായൊരു സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പരമാവധി എന്തൊക്കെയാണോ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. എനിക്കിതൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇട്ടാലും നടക്കുന്ന ഒരു കഷ്ടപ്പാട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇട്ടാലും നടക്കുന്നത് ഇങ്ങനെ കുട്ടികൾ നടക്കുന്ന പോലെയാണ് നമ്മൾ നടക്കുക. ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. ഷൂ ഇതാണ് നമ്മളെ ബോട്ട് എൻ്റെ കൈ കൊണ്ട് തന്നു. അപ്പോൾ തന്നെ നമ്മളെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. നമ്മളെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗ്ലാസ് കൊണ്ട് തന്നിട്ട്, തണുപ്പാകുമ്പോൾ കണ്ണിലേക്ക് തണുപ്പടിക്കും, മഞ്ഞ് വീഴും. അപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഗ്ലാസ് വെച്ച് തന്നിട്ടുണ്ട്. നമ്മളെ ബോട്ട് കിട്ടിയിട്ടുണ്ട്, സ്കീ ബോട്ട് നമ്മളതിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഗ്ലാസും എല്ലാം റെഡിയായി, ബോട്ട് റെഡിയായി. നമ്മൾ സ്കീക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് സ്കീയിലേക്ക്, ബാക്കി വീഡിയോയിൽ നമുക്ക് സ്കീയിലേക്ക് സ്കീ ചെയ്ത് തുടങ്ങി. ഇവിടെ സ്കീ നടന്നുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് സ്കീ ആണ്. ഇവിടെ ന്യൂ ഇയർ ആയി, 12 മണി കഴിഞ്ഞു. അപ്പോൾ ഇതേ എവിടെയൊക്കെ ആൾക്കാർ സ്കീ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ സ്കീ ചെയ്ത് വരുന്നുണ്ട്. ഞാനും അങ്ങനെ സ്കീ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മഞ്ഞ് വീഴുന്ന കാണാൻ പറ്റുന്നതാവും. സ്നോ ഫോൾ തന്നെയുണ്ട് ഇവിടെ. ഞാനിവിടെ സ്കീ പഠിക്കും. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം വീണു പഠിക്കുമ്പോൾ. അപ്പോൾ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. ഇതാണ് എൻ്റെ സ്കീ ബോട്ട്. ഞാനിത് ഇവിടെ വെച്ചത് നടക്കുമോ ഇപ്പോൾ അതിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ചെറുതായിട്ട് ഇവിടെ ബാലൻസ് ചെയ്തു. ഞാൻ നിലവിൽ നടന്ന് പഠിക്കുന്നേ ഉള്ളൂ. സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ വായി കോടിപ്പോകുന്ന തണുപ്പുണ്ട്. അതുകൊണ്ട് പറയുന്നത് ക്ലിയർ ആവുന്നില്ലാതെ സംശയമുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണല്ലോ ഓരോരോ കാര്യങ്ങൾ. എഴുന്നേറ്റേക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് എൻ്റെ സ്നിഗ്ധനെയാണ് ഓർമ്മ വരുന്നത്. ഇപ്പോൾ സ്നിഗ്ധതിനേക്കാളും എളുപ്പത്തിൽ നടക്കാൻ പഠിച്ചിരുന്നു. എനിക്കാണെങ്കിൽ ഇത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളായിരുന്നു. ഇത് ബാലൻസ് ചെയ്യാനും ഇത് പഠിക്കാനും ഒക്കെ നല്ല പണിയുണ്ട്. പിച്ച വെച്ച് നടക്കുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്നോ ഫോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും, സ്നോ ഫോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, എനിവേ അത് വലിയ മലയാണ്. ആ മലേൻ്റെ മേലെ നിന്ന് ഇങ്ങനെ ചെയ്ത് സ്പീഡിൽ വരുന്നത്, ബാലൻസ് ചെയ്ത് വരുന്നത്. നമ്മളെ കൊണ്ട് എന്തായാലും അത്രയൊന്നും ആവൂല. അപ്പോൾ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാൻ മെല്ലെ ഇവിടെ ഈ ഇറക്കമില്ലാത്ത ഭാഗത്ത്
മെല്ലെ മെല്ലെ ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇവിടെ ഒന്നും ഇറക്കൂല, സ്ലോപ്പല്ല, ചെറിയ സ്ലോപ്പ് മാത്രമേ ഉള്ളൂ. Very good studio. I am very bad teacher. Yes. Chichule, I am bad teacher. no good teacher. Also Chichule, I am bad student. This is very good experience. Yes. Yes, very good experience. Okay. First time in life experience. Okay. This attention. Watching. Okay. Watching. Okay. You understand? Understand. Now. Okay. Now. Up. Here or two? Yes. You and you. Yes. I am not ready. Okay. അങ്ങനെ ആദ്യമായിട്ട് സ്കീ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, മേലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, പുള്ളി എന്നെയും പിടിച്ച് നടക്കുന്നുണ്ട്. അതാ ഞാൻ വീണു മാത്രമല്ല, നമ്മൾ ചങ്ങാതിനെയും കൂടി താഴെ വീപ്പിച്ചിട്ടുണ്ട്. അയാളും കൂടി വീട് ക്യാമറയെല്ലാം തിരിച്ചിട്ടുണ്ട്. വീടൊന്നും പറ്റിയിട്ടില്ല. ഓക്കെ, നല്ലൊരു വീഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഈ റോഡ് വഴി, നമ്മൾ ഈ റോപ്പ് വേ വഴി മേലേക്ക് പോകാനുള്ള ഒരു പരിപാടിയിലായിരുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ നാവ് കുഴയുന്നുണ്ടല്ലേ. ഞാൻ ഈ റോപ്പ് വേ വഴി, കാണുന്ന റോപ്പ് വേ വഴി മേലേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്തതാണ്. അവരപ്പം തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ആണ്, എനിക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, പിന്നെ അതോട് നമ്മൾ പിടിച്ച് എല്ലാവരും ഇങ്ങനെ മേലോട്ട് പോകുന്നതാണുമ്പോൾ അതിന് വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ കരുതിയത് വേഗം പിടിച്ച് നിന്ന് കഴിഞ്ഞാല് നേരെ മേലോട്ടേ പോകാൻ പറ്റും, വലിയ പണിയൊന്നും ഉണ്ടാവില്ല എന്ന ധാരണയില് ഞാനിതിൽ കേറി പിടിച്ചു. പക്ഷെ എന്റെ ബാലൻസ് പോയി, ഞാൻ താഴെ വീണു. പക്ഷെ ഒന്നും പറ്റൂല, നമ്മളെ മുട്ട്, കൈ, തല എല്ലാം ഇവിടെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും പറ്റൂല. സേഫ്റ്റിക്ക് ഇവിടെ യാതൊരു ഇഷ്യൂവും ഇല്ല. നന്നായിട്ടൊന്ന് വീണു. ഇത് കാണാൻ പറ്റുന്നത് ഞാൻ വീണ് പെരങ്ങിയ സ്ഥലമാണ് ഈ കാണുന്നത്. എല്ലാ സ്ഥലവും നല്ല വൃത്തിയായിരിക്കുന്നുണ്ട്. ഞാനിവിടെ വീണ് പെരങ്ങി ഇതാ ട്രാക്ക് കുളമാക്കി വെച്ചിട്ടുണ്ട്. വീണ് പെരങ്ങിട്ട് അവരപ്പനെ ഓടി വരും, നമ്മളെ പിടിക്കും. അപ്പോൾ അതിനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, സേഫ്റ്റി ഇഷ്യൂസ് ഒന്നുമില്ല. എന്തായാലും വീഴ്ചകളിലൂടെ ആണല്ലോ പഠിക്കുക. നമ്മൾ തോറ്റു കൊടുക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പഠിക്കുക തന്നെ ചെയ്യും, എന്തായാലും പഠിക്കും. ഇനിയും ട്രൈ ചെയ്യും, വീണ്ടും പഠിക്കും. നമ്മൾ ആദ്യമായി ചെയ്യുന്നതല്ലേ, അതൊക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെ 2026 ആദ്യത്തെ വീഴ്ച ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. 2026 ആദ്യത്തെ വീഴ്ച തുടങ്ങി. അതൊരു നല്ല പാഠമായി മാറുന്ന നമുക്ക് മനസ്സിലാക്കാന്ന് കരുതുന്നു. കാരണം ഒരു കാര്യത്തിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാണ്ട് കോൺഫിഡന്റ് ആണെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ആൾക്കാർ വീഴുന്നത്. ഞാനും അങ്ങനെയാണ് വീണത്. ഇങ്ങനെയാണ് ഞാനും വീണത്. കുറെ വീണ് പോയി, കുഴപ്പമില്ല. ഇങ്ങനെ എല്ലാരും വീഴുന്നതാണ്. ഓക്കെ, എല്ലാരും വീഴുന്നതാണ്. ഇങ്ങനെ വീഴ്ചകളിലൂടെ ആണല്ലോ നമ്മൾ പഠിക്കുക. കുഴപ്പമില്ല, വീഴും പഠിക്കും, വീണ്ടും എഴുന്നേക്കും, വീഴും പഠിക്കും. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം. ആൾക്കാർ വീഴുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. കുഴപ്പമില്ല, പഠിക്കാം, അല്ല പഠിക്കാം. അങ്ങനെ ഒരുപാട് നേരത്തെ കുറേ വീഴ്ചകൾക്ക് ശേഷം ഞാൻ മെല്ലെ മെല്ലെ ബാലൻസ് ചെയ്യാൻ പഠിച്ചിട്ട് മെല്ലെ മെല്ലെ അങ്ങനെ റൈഡ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഇതേ ഞാനിങ്ങനെ ദൂരെന്ന് മേലേന്ന് മെല്ലെ മെല്ലെ സാവധാനമാണ്, എന്നാൽ ഞാൻ മെല്ലെ മെല്ലെ വരുന്നുണ്ട്. ചെറുതായിട്ട് എൻ്റെ കയ്യിൽ നിന്നൊന്ന് സ്ലിപ്പായിട്ട് ഞാനൊന്ന് വീഴാൻ പോകുന്നുണ്ട്. ഭാര്യ ഭർത്താവും കൂടെ റൊമാൻസ് അടിക്കാതെ അങ്ങോട്ട് എണീക്കും. വിജയകരമായി എണീറ്റിരിക്കുന്നു. ഇത് കണ്ണീര്
അങ്ങനെ ഞാൻ രണ്ടാമത്തെ റൗണ്ട് സ്കീയിങ്ങിന് വേണ്ടിയിട്ട് മെല്ലെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പോൾ തന്നെ വീണത് രണ്ടാമത്തെ ഓടിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ നന്നായിട്ടൊന്ന് വീണിട്ടുണ്ട്. ഇവിടുന്ന് ദൂരെ നിന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക്, ദൂരെ നിന്ന് വീണിട്ടുണ്ട്. എന്നാലും മെല്ലെ മെല്ലെ മുട്ടുകുത്തി എഴുന്നേറ്റ്. പക്ഷെ എനിക്ക് ഒരു ധൈര്യക്കുറവ്, ഈ ഇവിടുന്ന് വീണ്ടും സ്കീ ചെയ്യാൻ. അവിടുന്ന് പുറകുന്നെല്ലാം കുറേ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ വരുന്നപ്പോൾ ഇതെങ്ങനെ എന്നെ ഒന്ന് ഇടിക്കോ എന്നുള്ളൊരു പേടി എനിക്ക്. ഞാൻ ബാക്കിലോട്ടെല്ലാം തിരിഞ്ഞ് നോക്കുമ്പോൾ നിറച്ചും ആൾക്കാരങ്ങ് മലേൻ്റെ മേലെ നിന്നേ വരുന്നു. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് മെല്ലെ മുങ്ങി. അങ്ങനെ ഈ ആളില്ലാത്ത ഭാഗത്ത് വന്നിട്ട് ഞാൻ സ്കീ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ആൾക്കാർ കുറവാണ്, വലിയ റിസ്ക് ഇല്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ വീണ്ടും സ്കീ തുടങ്ങി. ഇതേ വീണ് എൻ്റെ കാലിലെ ബോട്ടിൽ അഴിഞ്ഞു പോയിട്ടുണ്ട്. നല്ല വീഴ്ച വീണു. എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഇതെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. ഒന്നും പറ്റുന്നൊന്നുമില്ല, വേദനയും കാര്യങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഓരോരോ എക്സ്പീരിയൻസ് അല്ലേ, നോക്കാം. ഇത് വീഴുന്നതല്ല പ്രശ്നം, ഇത് വീണ് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേക്കാനാവില്ല. നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലെ വീണ് കഴിഞ്ഞാൽ ഇത് നമ്മളെ മുട്ടും മടങ്ങൂല, കാലിൻ്റെ ആംഗിളും മടങ്ങാത്തതുകൊണ്ട് നമുക്ക് വീഴുന്നാൽ എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരാൾ പിടിച്ചാൽ പോലും നമുക്ക് ആ ഇരുന്നെടുക്കുന്ന എഴുന്നേക്കാനാവില്ല. നമ്മൾ എണീക്കുമ്പോൾ ഇത് ബോട്ട് കാരണം തെന്നും, അവിടുന്ന് തെന്നി മുന്നോട്ട് പോകും. പിന്നെ മുട്ടും മടങ്ങൂല, കാലിൻ്റെ ആംഗിളും മടങ്ങൂല. അതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ ഇത് എക്സ്പേർട്ടായിട്ടുള്ളവർക്ക് സിമ്പിളാണ്. അവരൊരു ഇതിനകത്ത് വെച്ചിട്ട് ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇറങ്ങാൻ പറ്റും. അപ്പോൾ ആ ബോട്ട് അയക്കാതെ നമുക്കൊന്നും ചെയ്യാനാവില്ല. നല്ല രസമാണിത്. ആൾക്കാർ കാണുമ്പോൾ എനിക്ക് എന്തെന്ന് കളിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ഇത് എണീക്കാനാവണ്ടേ നമുക്കിത് ശീലമില്ലല്ലോ, ഇതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് എണീക്കാനോ ആവില്ല. ഒരു വല്ലാത്തൊരവസ്ഥയാണ്, ഒരു കെണിയിൽ കുടുങ്ങിയൊരവസ്ഥയാണിത്. എണീക്കാനും ആവില്ല. ഇതിങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ കുട്ടികൾ എണീറ്റ് നടക്കാൻ പഠിക്കുമ്പോൾ ഇരുന്നെടുക്കുമ്പോൾ നടക്കാൻ പഠിക്കും, വീടുകൾ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ തന്നെ ഒരു രസമാണിത്. എന്തായാലും കാണാൻ കാഴ്ചകൾ. ഗൈസ്, അങ്ങനെ സ്കീ ചെയ്യാൻ പോയ ഞാൻ എൻ്റെ ബോട്ടും പിടിച്ച് നടന്ന് വരുന്നുണ്ട്. ഇനി അടുത്ത കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുകൊണ്ടൊന്നും തളരില്ല. ഇനി നമ്മൾ വരും, പഠിക്കും. അടുത്ത സ്കീ സീസൺ ആകുമ്പോഴേക്കും ഒരു പ്രൊഫഷണൽ സ്കീമാൻ ആവും ഞാൻ. ഓക്കെ, രണ്ടാളെന്നെ കൂടി എൻ്റെ വടിയല്ലേ ഇവരെ നടന്നു പിടിച്ച് വരുന്നത്. കുറേ വീണു, പക്ഷെ ഒന്നും പറ്റിയില്ല. എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഉള്ളതുകൊണ്ട് അപകടമൊന്നും പറ്റിയില്ല. നല്ല വീഴ്ച വീണു, ഒരു 5-6 പ്രാവശ്യം വീണു. വീണാൽ എണീക്കാൻ പറ്റില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ നാവ് കുഴയുന്നുണ്ടെന്ന് തോന്നുന്നു. സംസാരിക്കുമ്പോൾ തണുപ്പായതുകൊണ്ട് നാവ് കുഴഞ്ഞു പോകുന്നുണ്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.